നമുക്ക് അല്ലാഹു നൽകിയ ഫള്, അത് സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അറിവാകട്ടെ, എന്ത് തന്നെയാകട്ടെ, അത് നിർലോഭം മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു മനസ്സ് ഒരാൾ കാണിച്ചാൽ അയാൾക്ക് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകും. ഫഅമ്മാ മൻ അഅതാ. രണ്ടാമത്തത് വത്തഖാ, ഐ ഇത്തഖാ റബ്ബഹു, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അഥവാ അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ ചെന്ന് പതിക്കാതിരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൈസീറിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ തഖ്വയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റ. സൂറത്തു ത്വലാഖിലാണ് ഈ രണ്ടായത്തുകളും. തഖ്വയോടുകൂടി ജീവിക്കുന്നവന് അല്ലാഹു എല്ലാറ്റിലും മഖ്റജ് നൽകും. തഖ്വയോടുകൂടി ജീവിക്കുന്നവരുടെ ഏത് കാര്യങ്ങൾക്കും അല്ലാഹു ഒരു എളുപ്പം നൽകും. പ്രതിസന്ധി ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ പെട്ടെന്ന് അതിൽ അല്ലാഹു ഒരു എളുപ്പം കൊടുക്കും. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത്? തഖ്വയുള്ളവരാകണം. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് അല്ലാഹു നിഷിദ്ധമാക്കിയതിലൊന്നും ചെന്നുപെടാതെ ജീവിക്കണം. എന്നാൽ ഈ വിഷയത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയാൽ, ആദ്യത്തതുണ്ട്, ഒരാൾ നല്ല ദാനധർമ്മം ചെയ്യുന്ന ആളാണ്, പക്ഷേ ഹറാമുകൾ ചെയ്യുന്നതിലും ഒരു കുറവും വരുത്തുന്നില്ലെങ്കിൽ അയാളുടെ കാര്യം പോക്കാണ്. പ്രശ്നങ്ങളുണ്ടാകും, ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ടാകും. എന്നാൽ എളുപ്പമുണ്ടാവണമെങ്കിൽ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം ഉണ്ടാകണം.